അതിനുള്ള വേറെ വല്ല പണിക്ക് പോകാൻ പറയണം. അവൻ അഭിനയിക്കാൻ പറയുന്നത് ആദ്യം പോയിട്ട് അവനോട്. അവനൊന്നും പറ്റിയ പണിയല്ല രാഷ്ട്രീയം. തൃശ്ശൂർക്കാരനാണല്ലോ. തൃശ്ശൂർക്കാരൻ നിലയിലില്ലേ സുരേഷ് ഗോപിയുടെ 2 വർഷം കഴിയുമ്പോൾ സുരേഷ് ഗോപിയുടെ ഭരണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, ഞാൻ രാഷ്ട്രീയം പറയാണ്ട് ഞാനില്ലടാ. മൊത്തത്തിലൊന്നുമില്ല. എന്താ പറയാനുള്ളത്? ചേട്ടൻ തൃശ്ശൂർക്കാരനല്ലേ? സുരേഷ് ഗോപിക്ക് 2 വർഷമായി ഭരണം കൊടുത്തിട്ടുണ്ട്. 2 വർഷമല്ലായിട്ടുള്ളോ? സമയം കിടക്കണില്ലേ? പണിയാനായിട്ട് സമയം കിടക്കണില്ലേ? 2 വർഷത്തിന് പ്രത്യേകിച്ച് ഒന്നും പറയാനോ മാത്രം. നീ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് വിലയിരുത്തുക. അപ്പോഴല്ലേ അതിന്റെ ഒരു യഥാർത്ഥ പിക്ചർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ തുടക്കക്കാരൻ എന്ന നിലയിൽ 2 വർഷം കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇമ്പാക്ട് തൃശ്ശൂരിനുണ്ടായില്ല. അയ്യോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യണ കണ്ടിട്ടുണ്ട്, ഉദ്ഘാടനങ്ങൾ കഴിയണ കണ്ടിട്ടുണ്ട്. ചേട്ടൻ തൃശ്ശൂർക്കാരനല്ലേ? തൃശ്ശൂർക്കാരൻ നിലയിൽ 2 വർഷം കടക്കുമ്പോൾ 2 വർഷം 3ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ ഭരണമൊക്കെ എങ്ങനെയുണ്ട്? അതിനുള്ള വേറെ വല്ല പണിക്ക് പോകാൻ പറയണം. അവൻ അഭിനയിക്കാൻ പറയുന്നത് ആദ്യം പോയിട്ട് അവനോട്. അവനൊന്നും പറ്റിയ പണിയല്ല രാഷ്ട്രീയം. അവനോടെ ഇത് വല്ല സിനിമ അഭിനയിക്കാൻ പറയും. തൃശ്ശൂർക്കാർക്ക് തെറ്റുപറ്റിയ? അങ്ങനെയൊന്നുമില്ല. തൃശ്ശൂർക്കാർക്ക് തെറ്റുപറ്റില്ല. 2 ഊമ്പികൾ കിടന്നിട്ട് ഭരിച്ച് കൊളാക്കിയതല്ല. അപ്പൊ ഒരു പുതിയ പാർട്ടി കൊടുത്തു എന്ന് മാത്രമല്ലോ. ഒരു റൗണ്ട് കിട്ടിയെന്ന് വെച്ചിട്ട് എല്ലാ പ്രാവശ്യം കിട്ടുന്നു തോന്നുന്നതാ. ഇനി കിട്ടുന്നില്ല. അത് കൊടുത്തത് തന്നെ അടിപൊളിയായി. അപ്പൊ ചേട്ടന് മോശമായിട്ടാണ് തോന്നുന്നത്? മോശമല്ല പറയണത്. ആളെ സംബന്ധിച്ച് ആളൊരു ഫിലിം മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. അല്ലാണ്ട് ആള് ഈ രാഷ്ട്രീയമായിട്ട് ആൾക്ക് ബന്ധമൊന്നുമില്ല. ആള് സാധാരണ അയാൾ കുറെ സഹായം ചെയ്യുന്ന അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ ഇവിടെ ഇടതും വലതും ഭരിച്ച് കൊളാക്കല്ല. അപ്പൊ ഒരു പുതിയൊരാൾ വരട്ടെന്ന് വെച്ചിട്ടൊരു അവസരം കൊടുത്താലേ. മോശത്തൊന്നും പറയാൻ പറ്റുന്നില്ല. അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്നൊക്കെ അയാൾ പേടിക്കട്ടെ. പടത്തിൽ സംഭവം നാളെ കാശ് കൊടുക്കണം. എല്ലാവരും ചെയ്യുന്നമാതിരി അയാളും ചെയ്യുന്നുണ്ട്. ഇനി വേറെ കാര്യം ചോദിച്ചോട്ടെ. മെയ് 4 റിസൾട്ട് വരാൻ പോവുകയാണ്. ഇനി മറ്റന്നാള്. അപ്പൊ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? ത്രികോണ ഭരണമായിരിക്കും. ത്രികോണ ഭരണം. BJP-നെ കൂട്ടാണ്ട് ഭരിക്കാൻ പറ്റണം. BJP-ക്ക് എത്ര സീറ്റ് കിട്ടും? BJP-ക്ക് ഒരു 3 സീറ്റ് കിട്ടിയാൽ മതി. ജയിച്ചു. മറ്റേ അവർക്ക് 3 സീറ്റ് കിട്ടും. ഏതൊക്കെ മണ്ഡലം? മണ്ഡലം ഏതായിരിക്കും? പാലക്കാട്, വട്ടിയൂർക്കാവ്, നേമം. നേമത്ത് കിട്ടും. നേമം പാലക്കാടും കിട്ടും. വട്ടിയൂർക്കാവ് കിട്ടും. വർഷത്തിലേക്ക് കടക്കാണ് സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിന്റെ ഭരണം. എങ്ങനെയുണ്ട് 3 വർഷത്തിലേക്ക് നോക്കുമ്പോൾ സുരേഷ് ഗോപി? നല്ല വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ ആൾക്ക് നല്ലൊരു മൂവ്മെന്റ്സ് കിട്ടും. അങ്ങനെയാണ് തൃശ്ശൂർ 3 വർഷത്തിലെ തൃശ്ശൂർ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ അവര് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്താ പറയാൻ പറ്റുന്നതായിട്ട് എന്താ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സിട്ടുള്ള പറയണത് ബുദ്ധിമുട്ടാവും. ഈ ഡ്രസ്സിട്ട് പറയണത് ബുദ്ധിമുട്ടാവും. അത് പ്രശ്നമാവും. അതായത് നമ്മുടെ ഒന്നുമില്ലെങ്കിലും നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അല്ല, എന്തൊക്കെ 3 വർഷം കൊണ്ട് സുരേഷ് ഗോപി എന്ത് ചെയ്ത്? 2 വർഷം 2024 2 വർഷം കൊണ്ട് എന്തൊക്കെ ചെയ്ത്? ഇനിയിപ്പോൾ ആള് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് പറയേണ്ട ഗതികേട്. ചേട്ടാ ഒന്നും കണ്ടില്ല ഇപ്പം ആള് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തെന്നുള്ള മൂവ്മെന്റ്സ് ശരിക്കും ആൾക്ക് കണ്ടമാനം പരിപാടികളും കാര്യങ്ങളുള്ള കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ നീക്കി വെച്ചു. വേറെ കാര്യം ചോദിച്ചോട്ടെ. മെയ് 4 BJP എത്ര സീറ്റ് കിട്ടും? BJP കേരളത്തിൽ BJPക്ക് എത്ര സീറ്റ് കിട്ടും? മെയ് 4 BJPക്ക് എത്ര സീറ്റ് കിട്ടും കേരളത്തിൽ? ആര് ഭരിച്ചാലും എന്താ കോരനെന്ന് കുമ്മളിന്റെ കഞ്ഞി എന്ന് പറഞ്ഞ പോലെ. അല്ല, BJPക്ക് എത്ര സീറ്റ് കിട്ടും? ഒരു 8 സീറ്റ്. 8 സീറ്റ് എവിടെ? ഏതൊക്കെ സ്ഥലങ്ങളെന്ന് പറയാനായിട്ട് എനിക്ക് കൺഫേം അല്ല. 8 സീറ്റ് ഉറപ്പല്ല. 8 സീറ്റ് കിട്ടും ഉറപ്പല്ല. 8 സീറ്റ് കിട്ടും. ഏതൊക്കെ ചേട്ടന് പറയാൻ കൺഫേം അല്ല. അത് സ്ഥലങ്ങള് എനിക്ക് കൺഫേം അല്ല. പിന്നെ എങ്ങനെ 8 സീറ്റ് കിട്ടും പറയാൻ പറ്റില്ല? അത് പിടിക്കും. എന്തായാലും അത് പിടിക്കും. ഏതെന്ന് പറയാൻ പറ്റില്ല. കേന്ദ്രത്തിൽ ഞങ്ങൾ BJP തന്നെ ഭരിക്കും. പറയാം. ശരി. പേരെന്തായിരുന്നു ചേട്ടൻ? എൻ്റെ പേരാ ജോയി.